ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2018 ജൂണിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 3യിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. Which of the following numbers has units digit 3? താഴെ പറയുന്നവയിൽ ഏത് നമ്പറിൻ്റെ യൂണിറ്റ് പ്ലേസിലാണ് 3 വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കിവിടെ 4 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ എടുത്ത് ചെയ്ത് നോക്കാം. 7⁻33. നമ്മൾ എന്ത് ചെയ്യണം? ഈ പവറിനെ 33യെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 × 4 32, റിമൈൻഡർ 1 വരും. നമ്മളെപ്പോഴും ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണ് വരുന്നതെങ്കിൽ പവർ 4 ആയിരിക്കും. റിമൈൻഡർ 1 വരുമ്പോൾ പവർ 1, 2 വരുമ്പോൾ 2, 3 വരുമ്പോൾ 3. ഇവിടുത്തെ റിമൈൻഡർ നോക്കുക, 1 ആണ്. അപ്പോൾ നമ്മുടെ പവർ എത്രയായിരിക്കും? 1 തന്നെ ആയിരിക്കും. അപ്പോൾ 7⁻33 ആണല്ലോ. സോ 7 റിമൈൻഡർ 1 ആയതുകൊണ്ട് പവറും 1 ആയിരിക്കും. 7⁻1 = 7. അപ്പോൾ നമുക്കറിയാം ഇതല്ല ആൻസർ. യൂണിറ്റ് പ്ലേസ് 3 ആണ് വരേണ്ടത്. ഇവിടെ 7 ആണ്. അടുത്ത ഓപ്ഷൻ നോക്കുക, 7⁻35 നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 7⁻35 ചെയ്യുമ്പോൾ വീണ്ടും 35നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 8 4s are 32, റിമൈൻഡർ 3. അപ്പോൾ റിമൈൻഡർ 3 വരുമ്പോൾ നമ്മുടെ പവർ എത്രയാണ്? 3 ആണ്. അപ്പം 7⁻35 ആണ്. അപ്പോൾ നമുക്ക് 7⁻3 എന്ന് എഴുതാം. 7⁻3 എന്ന് പറയുമ്പോൾ 343 കിട്ടും. അതിൻ്റെ യൂണിറ്റ് പ്ലേസ് എന്ന് പറയുന്നത് 3 ആണ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 7⁻35. Find the area of the sector formed by the circle x² + y² = 36 and the line y is equal to √3x as shown in the figure. ഇതാണ് നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. 6π, 3π, 9π, 12π. നമുക്കറിയാം y is equal to √3x എന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റിനകത്ത്. നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നു. സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷനാണ് y is equal to mx + c 2. ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും m is equal to √3 ആണ്. ഇവിടെ mx പ്ലസ് ഒരു 0 ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം m സ്ലോപ്പിൻ്റെ സ്ഥാനത്ത് √3 ആണ്. അപ്പോൾ സ്ലോപ്പ് m is equal to √3. നമുക്കറിയാം സ്ലോപ്പ് കാണാനുള്ള വേറൊരു ഇക്വേഷനാണ് സ്ലോപ്പ് is equal to tan x. ഈ രണ്ട് ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യുന്നു. tan x is equal to √3 എന്ന് കിട്ടുന്നു. tan x √3 വരുമ്പോൾ x എത്രയായിരിക്കും? 60 ആയിരിക്കും. tan 60 is equal to √3 ഡിഗ്രി. നമ്മുടെ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ പറഞ്ഞ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആ സെക്ടറിൻ്റെ ഏരിയ ആണ്. അപ്പോൾ ഏരിയ ഓഫ് ദി സെക്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ πr² ഇൻറ്റു ആംഗിൾ ബൈ 360 ആണ്. പൈ നമ്മൾക്കറിയാം റേഡിയസ് 6 ആണെന്ന് ക്വസ്റ്റ്യനകത്ത് നിന്ന് മനസ്സിലാക്കാം. കാരണം x² + y² is equal to r² എന്നാണ്. അപ്പോൾ r² എന്ന് പറഞ്ഞാൽ 36 ആണ്. r 6 ആണ്. സോ π × 6 × 6 × ആംഗിൾ 60 ഡിവൈഡഡ് ബൈ 360 ഇത് ക്യാൻസൽ ചെയ്യുക. അപ്പം നമുക്ക് 6π എന്ന് ആൻസർ കിട്ടും. ആൻസർ ഓപ്ഷൻ എ 6π² യൂണിറ്റ്സ്. What is the area of the right angled isosceles triangle with larger side 2 cm? ഇതാണ് നമ്മുടെ ഐസോസെലസ് ട്രയാങ്കിൾ. ഇത് രണ്ട് ഐസോസെലസ് ട്രയാങ്കിൾസിൻ്റെ ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആയിരിക്കും. ലാർജർ സൈഡ് എന്ന് പറയുന്നത് 2 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ബേസിൻ്റെ സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ 2² ആണ് ഇവിടെ 2² കിട്ടണമെങ്കിൽ
ബേസും ആൾട്ടിറ്റ്യൂഡും √2 തന്നെ വരണം. സോ √2 സ്ക്വയർ പ്ലസ് √2 സ്ക്വയർ, ഇപ്പം 2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 4, √2 സ്ക്വയർ 2, √2 സ്ക്വയർ 2. സോ ഇവിടെ 4 ഇസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. അപ്പം നമുക്ക് ഹൈറ്റും ബേസും ആൾട്ടിറ്റ്യൂഡും എന്ന് പറയുന്നത് രണ്ടും എന്താന്ന് കിട്ടും? √2 എന്ന് കിട്ടും, ബേസും ആൾട്ടിറ്റ്യൂഡും. സോ നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു BH, ഹാഫ് ഇൻറ്റു √2 ഇൻറ്റു √2, √2 ഇൻറ്റു √2 2, 2/2 ഈക്വൽ 1. ആൻസർ ഓപ്ഷൻ സി 1. If the sum of two numbers is 14 and their difference is 10, then their product is. നമുക്കറിയാം സം എന്ന് പറഞ്ഞാൽ x + y 14, ഡിഫറൻസ് x - y 10. സോൾവ് ചെയ്യുന്നു. 2x ഈക്വൽ 24, x ഈക്വൽ 12. x + y 14, 12 + y is equal 14, y ഈക്വൽ 2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് x 12, y 2, പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 12 × 2 24. ഓപ്ഷൻ എ ആണ് ആൻസർ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് √75 പ്ലസ് √147 ഡിവൈഡഡ് ബൈ √3. ക്വസ്റ്റ്യൻ ഒന്നുകൂടി എടുത്ത് എഴുതുന്നു. 75നെ √25 × 3 എന്ന് എഴുതുന്നു, പ്ലസ് 147നെ 49 × 3 എന്ന് എഴുതുന്നു, ഡിവൈഡഡ് ബൈ √3. √25 5, √3 പ്ലസ് 7 √3 ബൈ √3. √3 കോമൺ എടുക്കുന്നു, √3 × 5 പ്ലസ് 7 ഡിവൈഡഡ് ബൈ √3. √3 ക്യാൻസൽ, 5 പ്ലസ് 7 ഈക്വൽ 12. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 12. What is the radius of the circle with equation x² + y² - 2x + 4y - 20 = 0? നമ്മുടെ ഇക്വേഷൻ x² + y² - 2x + 4y - 20 = 0. നമ്മളിതിനൊന്ന് അറേഞ്ച് ചെയ്യുന്നു. 20യെ റൈറ്റ് സൈഡിൽ കൊണ്ടുവന്നു. x² + y² - 2x + 4y = 20. x² - 2x + y² + 4y = 20. നമ്മൾ ഈ ഇക്വേഷനോട് 1 ആഡ് ചെയ്യുന്നു, ഈ ഇക്വേഷനോട് 4 ആഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും 1ഉം 4ഉം ആഡ് ചെയ്യുന്നു. x² - 2x + 1 + y² + 4y + 4 = 20 + 1 + 4. x - 1 the whole square plus y + 2 the whole square = 25. x - 1 the whole square plus y + 2 the whole square = 5 square. So radius r = 5. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 5 ആണ്. Find the difference of two numbers whose sum is 12 and product is a maximum. അപ്പോൾ രണ്ട് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ രണ്ട് നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് 12 ആയിരിക്കും, പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ മാക്സിമം ആയിരിക്കണം പറഞ്ഞേക്കുന്നത്. കണ്ടുപിടിക്കേണ്ടത് ഡിഫറൻസ് ഓഫ് ദാറ്റ് നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ രണ്ട് നമ്പേഴ്സിനെ x + y എന്ന് എടുക്കുക. സം എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ നമുക്ക് 12 സമ്മായിട്ട് വരുന്ന രണ്ട് നമ്പേഴ്സാണ് എഴുതാം. 11 1, 10 2, 9 3, 8 4, 7 5, 6 6. നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ സം എന്ന് പറയുന്നത് 12 കിട്ടുന്ന നമ്പേഴ്സാണിത്. പക്ഷെ നമുക്കറിയാം പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കണം. അപ്പോൾ അത് എപ്പോഴും ഒരു സ്ക്വയർ ആയിരിക്കും. അതായത് 6ഉം 6ഉം കൂടെ ആകുമ്പോഴാണ് പ്രോഡക്റ്റ് മാക്സിമം ആവുന്നത്. അപ്പോൾ xy = 36 ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം x എന്ന് പറയുന്നത് 6, y എന്ന് പറയുന്നത് 6 ആയിരിക്കും. അപ്പോൾ x - y അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ആൻസർ ഓപ്ഷൻ എ 0. What must be added to x by y
മേക്ക് ഇറ്റ് y by x. എക്സ് ബൈ വൈയിലൂടെ എന്ത് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് y by x കിട്ടുന്നതെന്നാണ്. അതിൻ്റെ 4 ഓപ്ഷൻസ് ഉണ്ട്. നമ്മളത് ആഡ് ചെയ്ത് നോക്കുക. എക്സ് ബൈ വൈയിലൂടെ ഞാനിപ്പോൾ സി ആണ് ആഡ് ചെയ്യുന്നത്. വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ എക്സ് വൈ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് സ്ക്വയർ വൈ പ്ലസ് വൈ ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ വൈ ഡിവൈഡഡ് ബൈ എക്സ് വൈ സ്ക്വയർ. ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. ബാക്കി വൈ ക്യൂബ് ബൈ എക്സ് വൈ സ്ക്വയർ. വൈ ക്യൂബ് വൈ സ്ക്വയർ ക്യാൻസൽ, വൈ ബൈ എക്സ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ എക്സ് വൈ ആഡ് ചെയ്യുമ്പോഴാണ് വൈ ബൈ എക്സ് കിട്ടുന്നത്. ബാക്കിയെല്ലാം ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടില്ല. ആൻസർ ഓപ്ഷൻ സി. If 2 raised to x minus y equals 64 and 2 raised to x plus y equal 1024, then what is the ratio of x to y? നാല് ഓപ്ഷൻസ് ഉണ്ട്. ടു raised to x minus y equals 64. 2 raised to x plus y equal 1024. നമുക്കിതിനെ 2ൻ്റെ പവറിൽ എഴുതാം. 2 raised to x minus y equal 2 raised to 6. 2 raised to x plus y equal 2 raised to 10. So x minus y equal 6, equation number 1. x plus y equal 10, equation number 2. ഞാനിവിടെ സോൾവ് ചെയ്യുന്നു. x minus y equal 6, x plus y equal 10. 2x equal 16, x equal 16 by 2, 8. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വൈയുടെ വാല്യൂ 2 എന്ന് കിട്ടും. x equal 8, y equal 2. So x by y equal 8 by 2 equal 4 by 1. So x is to y equal 4 is to 1. അപ്പോൾ എക്സും വൈയും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 4 is to 1 ആണ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 4 is to 1. What is the maximum area of a rectangle formed by bending a wire of length 24 cm? അപ്പം നമ്മുടെ റെക്ടാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 2 × L + B = 24 തന്നിട്ടുണ്ട്. L + B = 12. മാക്സിമം ഏരിയ എപ്പോഴാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാക്സിമം ഏരിയ ആകുമ്പോൾ എപ്പോഴും എല്ലും ബിയും സെയിം ആയിരിക്കും. അതായത് അതൊരു സ്ക്വയർ ആയിരിക്കും. ലെങ്ത്തും ബ്രെഡ്ത്തും ഈക്വൽ ആയിരിക്കും. അങ്ങനെ ലെങ്ത്തും ബ്രെഡ്ത്തും ഈക്വലായിട്ട് വരുന്ന നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. ലെങ്ത്തും ബ്രെഡ്ത്തും 6 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ മാക്സിമം ഏരിയ എന്ന് പറയുന്നത് LB = 6 × 6 36 ആയിരിക്കും. അപ്പോൾ നമ്മുടെ മാക്സിമം വാട്ട് ഈസ് ദ മാക്സിമം ഏരിയ എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ആൻസർ എന്ന് പറയുന്നത് 36. The expression 7 raised to n minus 3 raised to n, n belongs to n, is always divisible by option A 3, 5, 4, 7. സെവൻ റേസ് ടു n മൈനസ് 3 റേസ് ടു n ആണ്. നമ്മൾ എന്നിന് 1 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ 7 - 1 = 4 എന്ന് കിട്ടും. 2 ഇട്ട് കൊടുക്കുന്നു. 7² - 3² = 49 - 9/40. അതുപോലെ തന്നെ നമ്മൾ 3 ഇട്ട് കൊടുക്കുന്നു. 7 റേസ് ടു 3 മൈനസ് 3 റേസ് ടു 3 = 343 - 27 = 316. അപ്പം നമ്മൾ ഓപ്ഷനിലോട്ട് നോക്കുക. ഓപ്ഷനകത്ത് 3, 5, 4, 7 ആയിരുന്നു. ഇതിലേതാണ് നമ്മൾ ഈ കണ്ടുപിടിച്ച നമ്പറുമായിട്ട് ഡിവിസിബിൾ ആണെന്ന് നോക്കുക. അപ്പോൾ 3, 4നെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. 5 പറ്റത്തില്ല, 7 പറ്റത്തില്ല. അപ്പോൾ നമുക്ക് പറ്റാവുന്ന നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. 4/4 1, 40/4 10. അതുപോലെ തന്നെ 316നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 4 ആണ്.
അപ്പം the expression 7 raised to n minus 3 raised to n always divisible by 4 ആണ് ആൻസർ. ഓപ്ഷൻ സി. Find the value of 3 raised to n plus 4 minus 6 into 3 raised to n plus 1 by 3 raised to n plus 2. നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എടുത്ത് എഴുതുന്നു. 3 raised to n plus 4 minus 6 into 3 raised to n plus 1 by 3 raised to n plus 2. then നമുക്ക് 3 raised to n into 3 raised to 4 എഴുതുന്നു minus 6 into 3 raised to n into 3 raised to 1 by 3 raised to n into 3 raised to 2. ഇവിടെ 3 raised to n കോമൺ എടുക്കുന്നു. 3 raised to 4 minus 3 raised to 1 into 6 divided by 3 raised to n into 3 raised to 2. രണ്ടും ക്യാൻസൽ ആവുന്നു. 3 raised to 4 81 minus 3 into 6 by 3 square 3 into 3. 81 minus 18 by 9. 63 by 9 equal 7. From the figure, find the angle x. ഇതാണ് നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത്. നമുക്ക് x ആണ് കണ്ടുപിടിക്കേണ്ടത്. AFE എന്നുള്ള ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമ്മൾ ആദ്യം BFA തന്നിട്ടില്ലായിരുന്നു. നമ്മൾ BFA കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ DFA കണ്ടുപിടിക്കുക. രണ്ടും സെയിം ആയിട്ട് കണ്ടുപിടിക്കുന്നത്. ഞാൻ ഇവിടെ BFA കണ്ടുപിടിക്കുന്നു. BFA ഈക്വൽ 180 മൈനസ് 90 പ്ലസ് 40 ഈക്വൽ 180 മൈനസ് 130 ഈക്വൽ 50 ഡിഗ്രി. അപ്പോൾ BFA എന്ന് പറയുന്നത് നമുക്ക് 50 ഡിഗ്രി കിട്ടും. AFE equal 180 minus 50 equal 130 degree. Answer option A 130 degree. The difference between a two-digit number and the number got by interchanging the digit is 27. What is the difference of the two digits? ഒരു 2-digit നമ്പറും അതിൻ്റെ നമ്പേഴ്സ് ഇൻ്റർചേഞ്ച് ചെയ്ത് കിട്ടുന്ന നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 27 ആണെന്നാണ് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ആ ഡിജിറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഒരു 2-digit നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് 10x പ്ലസ് y എന്നാണ്. അതിൻ്റെ നമ്പേഴ്സ് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 10y പ്ലസ് എക്സ്. അത് തമ്മിൽ മൈനസ് ചെയ്യുക. 10x പ്ലസ് y മൈനസ് 10y പ്ലസ് എക്സ് ഈക്വൽ 27. 10x പ്ലസ് y മൈനസ് 10y മൈനസ് എക്സ് ഈക്വൽ 27. 9x മൈനസ് 9y ഈക്വൽ 27. 9 into x minus y equal 27. x minus y equal 27 by 9 equal 3. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഡിജിറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് x minus y 3 ആയിരിക്കും. ആൻസർ ഓപ്ഷൻ എ. In an AP, the sum of first 10 terms is equal to the sum of first 20 terms. Then find the sum of first 30 terms. Sum കാണാനുള്ള ഇക്വേഷൻ n/2 equal 2a plus n minus 1 into d. termsന്റെ സം എന്ന് പറയുന്നത് 10/2 into 2a plus 10 minus 1 into d. അത് 20 ടേംസിൻ്റെ സമ്മിനോട് ഈക്വൽ ആണ്. ഈക്വൽ 20/2 ഈക്വൽ 2a plus 20 minus 1 into d. 5 into 2a plus 9d equal 10 into
2a plus 19d. 2a plus 9d equal, ഇത് ക്യാൻസൽ ചെയ്യുന്നു, 2 into 2a plus 19d. 2a plus 9d equal 4a plus 38d. 2a minus 4a plus 9d minus 38d equal 0. Minus 2a minus 29d equal 0. 2a plus 29d equal 0. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 30 ടേംസിൻ്റെ സമ്മാണ്. 30 ടേംസിൻ്റെ സം എന്ന് പറയുന്നത് 30/2 ഇൻറ്റു 2a പ്ലസ് 30 മൈനസ് 1 ഇൻറ്റു d. 15 ഇൻറ്റു 2a പ്ലസ് 29d. നമുക്കറിയാം 2a പ്ലസ് 29d എന്ന് പറയുന്നത് 0 ആയിരിക്കും. 15 ഇൻറ്റു 0 ഈക്വൽ 0. ആൻസർ 0. A can do a work in 10 days and B can do it in 15 days. How long will they take if both work together? അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് A ഒരു ദിവസം x ദിവസം കൊണ്ടും B y ദിവസം കൊണ്ടും തീർക്കുകയാണെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് അവർ തമ്മിൽ ഒരുമിച്ച് xy/x+y ആയിരിക്കും. So 10 into 15/10 plus 15, 150/25 equal 30/5 equal 6. Answer option D, 6 days. How many rectangles are there in the figure below? 1, 2, 3, 4, 5, 6, 7, 8, 9. So option B, 9. If the probability of hitting a target is 5/7, then what is the probability of missing the target? കിട്ടാനുള്ള ചാൻസ് 5/7 ആണ്. അങ്ങനെയാണെങ്കിൽ കിട്ടാതിരിക്കാനുള്ള ചാൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 1ൽ നിന്ന് മൈനസ് ചെയ്താൽ മതി പ്രോബബിലിറ്റി ആയതുകൊണ്ട്. 1 മൈനസ് 5/7, 7 മൈനസ് 5/7 ഈക്വൽ 2/7. ആൻസർ ഓപ്ഷൻ എ, 2/7. അപ്പം ആ ടാർഗറ്റ് മിസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 2/7 ആണ്. From a pack of 52 playing cards, 2 cards are drawn at random. What is the probability that both are us? 4 ഓപ്ഷൻസ് ഉണ്ട്. നമുക്കറിയാം NCR കണ്ടുപിടിക്കുന്നത് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ ആണ്. ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 4c2 ഡിവൈഡഡ് ബൈ 52c2 ആണ്. 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 4 മൈനസ് 2 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 52 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 52 മൈനസ് 2 ഫാക്ടോറിയൽ. 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ whole divided by 52 factorial divided by 2 factorial into 50 factorial. 4 factorial divided by 2 factorial into 2 factorial ഇതിനെ മേലോട്ട് കൊണ്ടുവന്നു into 2 factorial into 50 factorial divided by 52 factorial into 52 factorial. നമുക്കിതിനെ ക്യാൻസൽ ചെയ്യാം. ഈ 2 factorial ക്യാൻസൽ. 50 ഫാക്ടോറിയലും 52 ഫാക്ടോറിയലൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി 51 ഇൻറ്റു 52 എന്ന് കിട്ടും. താഴെ 50 ഫാക്ടോറിയൽ വരെ ക്യാൻസൽ ആവും. ബാക്കി 51 ഇൻറ്റു 52. 4 ഫാക്ടോറിയലിന് 4 ഇൻറ്റു 3 ഇൻറ്റു 2, 1 ഇൻറ്റു 2 ഇൻറ്റു 1 ബൈ 51 ഇൻറ്റു 52. 4ഉം 52ഉം ക്യാൻസൽ 13. 2 2 ക്യാൻസൽ. 3 ഇൻറ്റു 51 ക്യാൻസൽ 17. 1 ബൈ
13 into 17. Answer 1/221. Which of the following is a point on the line with slope 2 and passing through the point 3, 2? സ്ലോപ്പ് 2 ആണ്, 1.32 ആണ്, അനദർ പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓപ്ഷനകത്ത് 4 പോയിന്റ്സ് ഉണ്ട്. നമുക്കതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്ത് നോക്കാം. ഇക്വേഷൻ എന്ന് പറയുന്നത് m is equal to y2 minus y1 by x2 minus x1 ആണ് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ. സ്ലോപ്പ് എന്ന് പറയുന്നത് 2 ആണ്. നമുക്ക് ഫസ്റ്റ് പോയിന്റ് 1, 1 എടുക്കുന്നു, അതായത് 3, 2 ആൻഡ് 1, 1. ഇക്വേഷൻ അതോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 1 minus 2 by 1 minus 3, that is minus 1 by minus 2, 1/2. അപ്പോൾ നമ്മുടെ സ്ലോപ്പ് എന്ന് പറയുന്നത് 2 ആണ് കിട്ടേണ്ടത്, 2 അല്ല. അപ്പോൾ നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് 1, 1 അല്ല. അടുത്ത നമുക്ക് 2, 0 എടുത്ത് നോക്കുക. 3, 2, 2, 0. 0 minus 2 by 2 minus 3 minus 2 by minus 1 equal 2. നമ്മുടെ സ്ലോപ്പ് 2 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 2, 0 ആണ്. Find the volume of a sphere which exactly fits inside a cubical box of h1 unit. സ്പിയറിൻ്റെ വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്. അതൊരു ക്യൂബിക്കൽ ബോക്സിനകത്ത് കറക്റ്റായിട്ട് ഫിറ്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അതിൻ്റെ എഡ്ജ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇങ്ങനെയുള്ള കേസിൽ റേഡിയസ് ഓഫ് സ്പിയർ എന്ന് പറയുന്നത് എപ്പോഴും a/2 ആയിരിക്കും. a ഈക്വൽ എഡ്ജ് 1 ആണ്, 1/2. സോ റേഡിയസ് ഇസ് ഈക്വൽ ടു 1/2. വോളിയം ഓഫ് സ്പിയർ കാണുന്നത് 4/3 പൈ r³ ആണ്. 4/3 ഇൻറ്റു പൈ ഇൻറ്റു 1/2 ഇൻറ്റു 1/2 ഇൻറ്റു 1/2. 4 2 ക്യാൻസൽ, π/6. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി π/6. The figure shows a sector of radius 1 unit and a square inscribed in it. What is the area of this square? ഇതാണ് നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത്. സെക്ടറിൻ്റെ റേഡിയസ് 1 ആണെന്ന് തന്നിട്ടുണ്ട്. സെക്ടറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് നമ്മുടെ സ്ക്വയറിൻ്റെ ഡയഗണൽ ആയിരിക്കും. അപ്പം ഏരിയ എന്ന് പറയുന്നത് ½ d² ആണ്. 1/2 ഇൻറ്റു 1² ഈക്വൽ 1/2. ആൻസർ ഓപ്ഷൻ സി 1/2 ആണ്.